മറ്റുള്ളവരെ സഹായിക്കാനായിരിക്കാം, ചിലർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കാം, ചിലർക്ക് വചനം വായിക്കാൻ വേണ്ടിയായിരിക്കാം, ചിലർക്ക് എല്ലാവർക്കും ടാലൻ്റ് ഇല്ലാത്ത ആരെയും ദൈവം വിളിച്ചിട്ടില്ല. അവരവർക്ക് ലഭിച്ച ടാലൻറ്റുകൾ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണം. അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. എത്ര ഒരു ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേക പാട്ടുകൾ എഴുതുവാൻ, അനേക പാട്ടുകൾക്ക് ഈണം കൊടുക്കുവാൻ കെസ്റ്റർ, നെൽസൺ പീറ്റർക്ക് അനേകർ എൻ്റെ പാട്ടുകൾ പാടാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നൊരു കർത്താവാണ്. ഞാൻ സ്തോത്രം ഗാനമേള ഫീൽഡിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. പെന്തക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഗാനമേള ഫീൽഡിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് പാളയത്ത് അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഇന്നത് ഹോസ്പിറ്റലാണ്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഓർമ്മയിൽ വരുമ്പോൾ ഞാൻ പറയാം. സ്തോത്രം. അവിടെ താമസിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ പെട്ടെന്ന് വെച്ച് ശരീരത്തിലൊരു പെട്ടെന്ന് ബലഹീനത ഉണ്ടായി. എൻ്റെ ഇലിപ്പുണ്ട് ജോയിൻസ് ഭാഗം ഇത്ര ക്യാപ്പുണ്ടായി. എനിക്ക് നേരെ നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, പാട്ടുകൾ പാടാൻ കഴിയുന്നില്ല. വളരെ പ്രയാസം അനുഭവിക്കുകയാണ് സമയം. അങ്ങനെ അവസാനം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു. ഞാൻ 88-ൽ പേരുക്കട ജംഗ്ഷനിൽ സൂസൈഡ് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ്. ആ സമയം പാസ്റ്റർ കെ സി തോമസ് വന്ന് ഒരു കവല മീറ്റിംഗ്, ഓപ്പണർ മീറ്റിംഗ് എന്നൊരു ചെറിയൊരു ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പരസ്യയോഗം നടത്തുകയാണ്, ഈ ദൈവദാസനെ പോലെ. ആ പരസ്യയോഗത്തിൽ അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നത് മർക്കോസ് 16:16 വിശ്വസിക്കുക സ്നാനമേൽക്കും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. താങ്കൾ രോഗിയാണെങ്കിൽ ആത്മഹത്യയല്ല പ്രശ്നപരിഹാരം, നിങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടു. നിങ്ങൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നയാളാണെങ്കിൽ സൂസൈഡല്ല പ്രശ്നപരിഹാരം. യേശു സമ്പന്നനായിരിക്കുമ്പോൾ ദരിദ്രനായി മാറിയത് നിങ്ങളെ സമ്പന്നനാക്കി മാറ്റുവാൻ. താങ്കൾ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുവോ എനിവേ ആരോ ആയിക്കൊള്ളട്ടെ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ നിങ്ങൾ സമർപ്പിക്കുന്നുവോ? എന്നിട്ട് അദ്ദേഹം നരകത്തെക്കുറിച്ചൊരു ചാർട്ട് പ്രസംഗിച്ചു. അപ്പോൾ ഞാൻ അന്ന് ട്രെയിന് തലവയ്ക്കുക അല്ലെങ്കിൽ ശംഖുമുഖം കടൽ ചാടി മരിക്കുക, അന്നത്തെ സൂസൈഡൊക്കെ അങ്ങനെയാണ്. ഇന്ന് ടെക്നോളജി പരമായിട്ടാണ് ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. അന്നത്തെ രീതി അങ്ങനെയായിരുന്നു. ആ സമയം ഒരു നിമിഷം ചിന്തിച്ച് ഇദ്ദേഹം പറയുകയാണ്, മരിച്ച് നരകത്തിൽ ചെന്ന് അവിടെ കുടിക്കാൻ വെള്ളമില്ല, അവിടെ സമാധാനമില്ല, സന്തോഷമില്ല. ലാസറിൻ്റെയും ധനവാന്റെയും ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എടാ ഇവിടുന്ന് മരിച്ച് അവിടെ ചെന്ന് അവിടെ ഇതിനേക്കാൾ പ്രശ്നമാണെന്ന് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. അതിനേക്കാളും പിന്നെ ഇവിടെ 10 ദിവസം കൊണ്ട് ജീവിക്കുന്നില്ലേ നല്ലത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യം പാസ്റ്റർ കെ സി തോമസിൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ മീറ്റിംഗ് നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളൊരു പക്ഷേ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്നത്, എന്തിനിങ്ങനെ പൈസ ചിലവഴിച്ച് വെറുതെ ഇങ്ങനെ കിടന്ന് ഓരോ കവലകൾ തോറും പ്രസംഗിക്കുന്നതുള്ളത്. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടത് പുള്ളി അറിഞ്ഞില്ല. ആ മീറ്റിംഗ് എനിക്ക് വേണ്ടിയാണ് അന്ന് ഇവിടെ വെച്ചത്. ആ യോഗം എനിക്ക് വേണ്ടിയാണ് അന്ന് വെച്ചത്. ഇന്നത്തെ ഈ ഉപവാസം ഇവിടെ ആർക്കോ വേണ്ടിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ പ്രാർത്ഥനാ യോഗം എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, എൻ്റെ തലമുറ വിടുതലിന് വേണ്ടിയായിരിക്കാം എന്ന് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അവരറിഞ്ഞില്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ആ ദൈവദാസൻ ആളുകളെ അടുക്കിലേക്ക് വിളിക്കുന്നു, പ്രാർത്ഥിക്കാൻ ആരും കൊണ്ട് അടുത്തേക്ക് വരൂ. ഞാൻ പോകുന്നില്ല, കാരണം പെന്തിക്കോസ്തുകാർ കള്ളന്മാരാണ്, തട്ടിപ്പുകാരാണ്, ഞങ്ങൾ വലിയ CACയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളാണ്. പാളയം കത്തോലിക്ക ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ തീരുമാനമെടുത്ത് ഇവരുടെ അടുക്കൽ പോകുകയില്ല. യേശു സൗഖ്യമാക്കുന്ന ക്രിസ്തുവാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ എൻ്റെ അസുഖം സൗഖ്യമാകുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ സമർപ്പിച്ചു. ആരും അറിഞ്ഞില്ല എൻ്റെ സമർപ്പണം, ആരും അറിഞ്ഞില്ല എൻ്റെ തീരുമാനം. ഞാനും ദൈവമായിട്ടായിരുന്നു അവിടെ ക്രമീകരിച്ചത്. ഞാൻ തിരിച്ച് നേരെ ഹോസ്റ്റലിൽ കടന്നുപോയി. അവിടെ ചെന്ന് സ്തോത്രം കിടക്കുവാൻ തുടങ്ങി. കിടന്നുറങ്ങുമ്പോൾ ഒരു തണുത്ത കാറ്റ് എൻ്റെ ശിരസിലൂടെ അത് ചലിക്കുവാനിടയായി. ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ യേശുവിനെ സൗഖ്യമാക്കിയിരുന്നു.
എൻ്റെ തലയിൽ ആരും കൈവച്ചില്ല, ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ആരും ഒന്നും ചെയ്തില്ല. കർത്താവ് എന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിറ്റേന്ന് പ്രഭാതത്തിൽ വേഗം എഴുന്നേറ്റ് ഞാൻ നടക്കുന്നു, പോകുന്നു. അതേ, ഒന്നും ഒരു പ്രയാസവുമില്ല. നീണ്ട വർഷങ്ങളായി നട്ടൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുമ്പോൾ ഇതെന്ത് സംഭവിച്ചു? പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഇന്നലെ ദൈവദാസൻ പറഞ്ഞു, യേശു സൗഖ്യമാക്കുന്ന ക്രിസ്തുവാണെന്ന്, യേശു സൗഖ്യമാക്കുന്നവനാണെന്ന്. ആ കർത്താവിൽ നീ വിശ്വസിച്ചാൽ അവൻ നിന്നെ വിടുവിക്കും. ഞാൻ ചിന്തിച്ച്, യേശു എന്നെ സൗഖ്യമാക്കിയല്ലോ, കർത്താവ് എന്നെ വിടുവിച്ചല്ലോ. തുള്ളിച്ചാടാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി എൻ്റെ സ്നേഹിതന്മാരെ പോയി അറിയിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ നിന്ന് കയറി വരുന്നു. അദ്ദേഹം എന്നെ കണ്ടുടനെ ചോദിക്കുന്നു, അതേ മർക്കോസ് സുവിശേഷം 16-16 വാക്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇന്നലെ പ്രസംഗിച്ച അതേ ഭാഗം അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, താങ്കൾ ഇന്നലെ പേരൂർക്കട സ്ഥലത്ത് വന്നുവോ? പേരൂർക്കട. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, കള്ളത്തരം പറയരുത്, നിങ്ങൾ ഇന്നലെ വന്നില്ലേ? ഞാൻ ശോഭിക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, ബ്രദറെ എന്താ ദേഷ്യപ്പെടുക? എനിക്ക് ആ സ്ഥലം അറിയത്തില്ല. ഞാൻ വടക്കേ ഇന്ത്യയിൽ എഞ്ചിനീയർ ആയിരുന്നു. എൻ്റെ മക്കളുമായി അമേരിക്കയിലേക്ക് പോകാൻ ഞങ്ങളിതാ തൊട്ടടുക്കൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. ഇവിടെ വന്നപ്പോൾ വിസ അടിച്ചു കിട്ടാൻ അല്പം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ ഇവിടെ ഒരു വീടെടുത്ത് പാർക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ സ്ഥലം ഏതെന്ന് പോലും അറിയത്തില്ല. ഞാനൊരു സുവിശേഷകനാണ്. സ്തോത്രം. അവരെല്ലാവരും അമേരിക്കയിലാണ്. TM ജോൺ എന്ന് പറയും. സ്തോത്രം, സ്തോത്രം. ബിദിരെ അമ്മച്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ബിദിരെ അമ്മച്ചി എന്ന് പറയുന്ന അമ്മച്ചി പണ്ടുണ്ടായിരുന്നു. അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയുടെ മകളുടെ ഭർത്താവാണിത്. അമ്മച്ചിയുടെ ഇളയ മകളാണ് നമ്മുടെ മണ്ണന്തല സെൻറ് തോമസ് സ്കൂളിനടുത്ത് അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. സ്തോത്രം. ഈ ദൈവദാസൻ അവസാനം കാര്യം അദ്ദേഹം മനസ്സിലാക്കി. ഞാൻ പറയും, ഇങ്ങനെയാണ് സംഭവം. അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു പായെടുത്ത് നിലത്തിട്ട് അതേ വിരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ദൈവഭാഗത്തേക്ക് വരുവാൻ ദൈവം സഹായിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം വിടുവിക്കും. അന്ന് ആ മീറ്റിംഗാണ് ഇന്നെന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അന്ന് സുവിശേഷം രക്ഷിക്കപ്പെട്ട അതേ ദൈവദാസൻ KC തോമസിനോടൊപ്പം എത്രയോ സ്ഥലങ്ങളിൽ സ്തോത്രം സ്റ്റേജുകൾ ഇരിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ വിടുവിച്ചിരിക്കും, ദൈവം രക്ഷിച്ചിരിക്കും. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസിൽ നമുക്കൊരു വേഗത്തിൽ വാക്യാംശം വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മതിയും. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയത് മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയത് മറക്കാതെ. നന്നായി വാണിടാം എന്നാളും എന്നോ നീ ഓർക്കാതെ. നന്നായി വാണിടാം എന്നാളും എന്നോ നീ ഓർക്കാതെ. മണ്ണായി മാറും നിന്മേൽ
പരിശുദ്ധനാദിയുമായ കർത്താവേ, വായിച്ച തിരുവേദ ഭാഗത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നിരിക്കുന്ന ജനത്തെ കർത്താവെ നീ അവിടുന്ന് വിവേചിച്ച് അവർക്ക് ആവശ്യമായ ആഹാരം ഇവിടുന്ന് വിളമ്പിക്കൊടുത്ത് അവർ തൃപ്തരായി കടന്നു പോകാൻ സ്വർഗമിടയാക്കുമാറാകണം. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക അന്ധകാര ശക്തികളെ, ഇരുട്ടിൻ്റെ ശക്തികളെ, ദുഷ്ടാത്മാവിൻ്റെ സകല പോരുകളും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഈ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ സഭയെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷ ദൈവദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കർത്തൃ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദേശത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. പൈശാചിക ശക്തികൾ വിട്ടുപോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അന്ധകാരം മാറുന്നതിനായി സ്തോത്രം. ഇരുട്ട് മാറുന്നതിനായി സ്തോത്രം. തേജസ് വാരിച്ചുറ്റിയ കർത്താവിൻ്റെ സദസ്സിൽ ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഉള്ളിലേക്കൊന്ന് എഴുന്നള്ളി വരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന് സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകി തന്ന നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദുഷ്ടശക്തികളെ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. അത്ഭുത രോഗശാന്തി, അത്ഭുത വിടുതൽ, അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി അവിടെ ചെയ്തെടുപ്പാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അബ്രഹാമിന്റെ ജീവിതത്തിൽ 2 തലമുറ ലഭിച്ചിട്ട് കാണുന്നു. ഒന്ന് ഇസഹാക്ക്, മറ്റൊന്ന് ഏശാവ്. ഏശാവ് ജനിച്ചതിൽ ഒരു അത്ഭുതവുമില്ല. പ്രകൃതി നിയമമനുസരിച്ച്, കുടുംബജീവിതത്തിൻ്റെ രീതി അനുസരിച്ച്, പ്രായത്തിൻ്റെ രീതി അനുസരിച്ച് അതേസമയം ഏശാവ് ജനിച്ചത് യാഥാർത്ഥ്യമാണ്. ഒരു അത്ഭുതം അതിലില്ല. എന്നാൽ ഇസഹാക്കിൻ്റെ ജനനം പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിരുന്നു. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രായം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇരുവരും വയസ്സ് ചെന്നു. ഇരുവരും വൃദ്ധരായി തീർന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയി. അബ്രഹാമിന്റെ ശരീരം നിർജീവിതമായി മാറ്റപ്പെട്ടു. വയസ്സ് 100 ഒരിക്കലും പ്രകൃതി നിയമമനുസരിച്ച് അത് ഇസ്ഹാക്ക് ജനിക്കാൻ സാധ്യതയില്ല എന്ന് അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി കാലം ദൈവം ചില അത്ഭുതങ്ങൾ ചില കുടുംബങ്ങൾ ചെയ്തെടുപ്പാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് സ്തോത്രം ചെയ്യും? ഇന്ന് രാത്രി കാലം ദൈവം എൻ്റെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. അതേ നോക്കിയാൽ, കുടുംബപരമായി നോക്കിയാൽ, അതേ തലമുറ സംബന്ധമായി നോക്കിയാൽ, എൻ്റെ ജീവിതത്തിലെ തിരിഞ്ഞു നോക്കിയാൽ സാധിക്കത്തില്ല, ഇത് സാധ്യതയാകത്തില്ല, ഇത് നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അവിടെ വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. നാം പലപ്പോഴും ഈ പ്രസംഗം കേട്ട് ഗ്രഹിച്ച് ഇതിൽ നിന്നും ആഴമായ അനുഭവങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ദൈവജനം കേൾക്കുക മാത്രമല്ല, ദൈവജനം ധ്യാനിക്കുകയും അത് മനസ്സിലാക്കുകയും അതേപടി ജീവിക്കാൻ സമർപ്പിക്കപ്പെടുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലായിരിക്കുന്നവർ. നിങ്ങൾ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രികാലം നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുവാനിടയായത്. ഇവിടെ വായിക്കുകയാകുന്നു, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നു, അവർ അസ്ഥികൾ തീരെ ഉണങ്ങിപ്പോയിരിക്കുന്നു. 2 പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഇനി ഒരു സാധ്യതയുമില്ലാത്ത അനുഭവത്തിലേക്ക് അവരെത്തപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് അവരിങ്ങനെ അല്ലായിരുന്നു. ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനങ്ങളെ വിടുവിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് 40ഓളം വർഷം മരുഭൂമി കൂടെ സഞ്ചരിപ്പിച്ച് അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം കൊടുത്തു, കുടിപ്പാൻ വെള്ളം കൊടുത്തു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി. അവർ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോകാതെ, അവരുടെ കാലിലെ ചെരുപ്പ് വാററ്റുപോകാതെ, അത് തേഞ്ഞു പോകാതെ അവർക്ക് വേണ്ടുന്നെല്ലാം ദൈവം കൊടുത്ത് പാലും തേനൊഴുകുന്ന കനാൻ ദേശത്ത് അവരെ കൊണ്ടെത്തിക്കുവാനിടയായി. അവർക്ക് വലിയ സന്തോഷമായി.
പാലും തേനും ഒഴുകുന്ന ദേശമാണ്, സമൃദ്ധി കൊണ്ട് നിറയപ്പെട്ട ദേശമാണ്, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ദേശത്തേക്കല്ലോ ഞങ്ങളെ അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അവിടെ താമസിക്കുമ്പോൾ ദൈവം അവർക്ക് പ്രമാണങ്ങളെ കൊടുത്തിരുന്നു. ഇവിടെ താമസിക്കുമ്പോൾ ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് സദാകാലം ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഈ തന്ന നിയമത്തിന് വിരുദ്ധമായി, തന്ന അതേ ലോയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നിങ്ങൾക്കത് പ്രയാസമായി മാറുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആദ്യം അവരെല്ലാം അതേ സന്തോഷത്തോടെ സ്വീകരിച്ചു, രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഞങ്ങൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ ജീവിച്ചു കൊള്ളാം എന്ന് സമർപ്പിച്ച ഒരു യാത്രയെ ആരംഭിച്ചു, ജീവിതം ആരംഭിച്ചെങ്കിലും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജനം എന്ത് ചെയ്തു? പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി. പ്രമാണം തെറ്റിച്ച് പാപം ചെയ്തു പല വട്ടമായി പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ ജാതിയിൽ അകപ്പെട്ടു പോയപ്പോൾ പല വട്ടങ്ങളായിട്ട് കർത്താവ് അവരെ വീണ്ടും മടക്കി വരുത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ കൂടെ കൂടെ അങ്ങോട്ട് പാപം ചെയ്തു അവസാനം അത് വലിയ പാപത്തിലേക്ക് നീങ്ങി. അങ്ങനെ ജനം ഇപ്പോൾ പ്രവാസത്തിലേക്ക് അകപ്പെട്ടു പോകുവാനിടയായി. ഇങ്ങനെ വന്നപ്പോൾ അവരെക്കുറിച്ച് പറയാൻ, ഞങ്ങളുടെ അസ്ഥികൾ തീരെ ഉണങ്ങിപ്പോയിരിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒന്നടങ്കം എല്ലാവരും പറയാണ് ഞങ്ങളെല്ലാവരും മുടിഞ്ഞുപോയി. ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല, ഞങ്ങൾക്ക് മടങ്ങി വരാൻ ഒരു മാർഗമില്ല, എല്ലാം കൊണ്ടും ഞങ്ങൾ തകർന്നിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, കുടുംബങ്ങളെ നോക്കി, തലമുറകളെ നോക്കി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യാൻ കഴിയും, ഇതൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ജനത്തോട് പരിശുദ്ധനോ പറയുന്നത്, നിനക്കൊരവസരം ദൈവം തരാൻ പോയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകം പറയുന്നു നിങ്ങളുടെ ആസ്തികളിൽ ഉണങ്ങിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാ, അതേ നിങ്ങൾ മുടിഞ്ഞു പോയെന്നുള്ളത് യാഥാർത്ഥ്യമാ, പ്രത്യാശയ്ക്ക് ഭംഗം വന്നെന്നുള്ളത് യാഥാർത്ഥ്യമാ. ദൈവം പറയുന്നു ഞാനൊരു മടങ്ങൊരു തരാൻ പോയാണ്. ഈ അസ്ഥിയെക്കുറിച്ച് പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തെക്കുറിച്ച്. യേശുവിനെ ഇരികള്ളന്മാരുടെ നടുവിൽ മലർത്തിക്കിടത്തി കാരിരും പാണികളും കൊണ്ട് ആഞ്ഞടിച്ചു. യേശുവിനെ ക്രൂശിച്ച് നിർത്തിയിരിക്കുന്നു. അതേ പീലാത്തോസിന്റെ കൽപ്പനയാണ്, സ്തോത്രം, അവിടെ കാല് ഒടിച്ചു കളയണം. നേരത്തെ കൽപ്പന ഉള്ളതുകൊണ്ട് പടയാളികൾ വന്നിട്ട് ഒന്നാമത്തവൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ കാല് അതേ തല്ലി ഒടിക്കുന്നു, അടിച്ച് ഒടിക്കുന്നു. രണ്ടാമത് വരേണ്ടത് യേശുവിൻ്റെ അടുക്കലേക്കാണ്. എന്നാൽ രണ്ടാമത് വരുന്നതിന് പകരം അവൻ മൂന്നാമത്തെ അടുക്കലേക്ക് ചെന്നിട്ട് അവൻ്റെ കാലും അടിച്ചൊടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവൻ്റെ കാല് ഒടിക്കാൻ കഴിഞ്ഞില്ല. എന്താ ഒടിക്കാൻ കഴിയാത്തെന്നറിയാമോ? അവനെക്കുറിച്ച് മുൻകൂട്ടി പ്രവചനമുണ്ടായിരുന്നു. അതേ സങ്കീർത്തനം 34:20 വാക്യത്തിൽ വായിക്കുന്നു, അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അതൊന്നും ഒടിഞ്ഞു പോകയില്ല. ഓ, രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തമേറിയ പ്രവചനമുണ്ടെങ്കിൽ ആ പ്രവചനപ്രകാരം മാത്രമേ നമുക്ക് സംഭവിക്കത്തുള്ളൂ. ശത്രു ഏതെല്ലാം നിലകളിൽ നമ്മുടെ അടുക്കൽ വന്നാലും അവൻ്റെ ആലോചന അബദ്ധമാക്കുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല. യേശുവിൻ്റെ അസ്ഥി ഒന്ന് ആർക്ക് ഒടിക്കാൻ കഴിയത്തില്ല, രണ്ട് ഒടിയുന്നതുമല്ല. സ്തോത്രം. അത് ഒടിക്കാൻ പറ്റാത്ത അസ്ഥി, ഒടിയാത്ത അസ്ഥിയാണ് യേശുവിൻ്റെ അസ്ഥി. രണ്ടാമത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഒരു അസ്ഥിയെക്കുറിച്ച് പഠിക്കാൻ കഴിയും. സങ്കീർത്തനം 51-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചാൽ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കി, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഇവിടെ ദാവീദിനെ കുറിച്ച് പറയുന്നു. ദാവീദിന്റെ അസ്ഥി ഒടിഞ്ഞിരിക്കുന്നു, ഒടിച്ചിരിക്കുന്നു.
എങ്ങനെയാ ദാവീദേ നിന്റെ അസ്ഥി ഒടിച്ചത്? ആരാ നിന്റെ അസ്ഥിയെ ഒടിച്ചത്? അത് ഈ അസ്ഥി ഒടിഞ്ഞത് കൊണ്ട് ദാവീദിനെ നേരെ നിൽക്കാൻ കഴിയുന്നില്ല, നേരെ നിൽക്കാൻ കഴിയുന്നില്ല. ദാവീദ് വല്ലാത്ത അവസ്ഥയിലാക്കപ്പെട്ടു പോയി. എങ്ങനെയാണ് ദാവീദിന്റെ അസ്ഥി ഒടിഞ്ഞെന്ന് നമുക്കറിയാൻ കഴിയും. ഈ സങ്കീർത്തനം എഴുതുവാൻ കാരണം 2 സാമുവേൽ 11-ാം അധ്യായവും 12-ാം അധ്യായത്തിലും ചരിത്രമാണ് 51-ാം സങ്കീർത്തനം രേഖപ്പെടുത്തുവാൻ കാരണം. 2 സാമുവേൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു യുദ്ധം പുറത്തു ജാതികളുമായി ഇസ്രായേലുമായി യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടക്കുന്ന സമയത്ത് രാജാവ് തൻ്റെ അരമനയ്ക്കകത്ത്, തൻ്റെ കോട്ടയ്ക്കകത്ത് മാളിക മുറിയിൽ കയറി താൻ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഊരിയാവിൻ്റെ ഭാര്യ കുളിക്കുന്നതായിട്ട് താൻ കണ്ടു. താൻ ഉടനെ പെട്ടെന്ന് ആളെ പറഞ്ഞു വിട്ടു, ആ സഹോദരി ആരാണ്, എവിടെയുള്ള സ്ത്രീയാണ്, അവരെൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് നമുക്കറിയാമല്ലോ, പത്രങ്ങൾ കാണില്ലേ, ഇന്നത്തെ സിനിമാഗോളം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്നു. തകരാൻ കാരണമെന്തെന്നറിയാമോ? സ്തോത്രം. അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം ദൈവമക്കൾ പരസ്പരം ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അനേക തലമുറകളെ വശീകരിക്കുന്ന സിനിമ, അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന സിനിമ, അനേക ജീവിതങ്ങളെ ഇല്ലാതാക്കിയ സിനിമ, അനേക കുടുംബങ്ങളെ നശിപ്പിച്ച സിനിമ. ഈ പദ്ധതിയെക്കുറിച്ച് അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ പല സ്ഥലങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് സിനിമാശാല മുഴുവനും അധംപനത്തിലേക്ക്, തകർച്ചകളിൽ ദൈവം കൊണ്ടെത്തിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ആർക്ക് രംഗത്ത് വരാൻ കഴിയുന്നില്ല, മുമ്പോട്ട് വരാൻ കഴിയുന്നില്ല. സ്തോത്രം. എന്താ കാര്യമെന്നറിയാമോ? പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു. മ്ലേച്ഛത പെരുകിയത് കൊണ്ട് ദൈവം സ്തോത്രം വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. ലോകപ്രകാരം തന്നെ ഇതിന് ഇത്രമാത്രം പ്രാധാന്യമായി ശിക്ഷ കൽപ്പിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ അതിനേക്കാൾ എത്ര പ്രാധാന്യമാണ് മ്ലേച്ഛത ചെയ്യുന്നതോട് ദൈവം എതിർത്തു നിൽക്കുന്നു. ഇവിടെ ദാവീദ് സ്തോത്രം ഈ പാപം ചെയ്യുക മാത്രമല്ല, രണ്ടാമത് ദാവീദ് ചെയ്തത് ഊരിയാവിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുകയാണ് യുദ്ധത്തിന് വേണ്ടി പോകാൻ. അവനെ കൊലപ്പെടുത്തുവാൻ, അവനെ തന്ത്രപൂർവ്വം കൊല്ലാൻ വേണ്ടി അവൻ്റെ കയ്യിൽ തന്നെ ദാവീദ് കത്ത് കൊടുത്തയക്കുന്നു. ഈ കത്ത് കൊണ്ടുപോയി യോനാഥാൻ്റെ കയ്യിൽ നീ കൊടുക്കുക, അത് അവിടെ നീ അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് 11-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ കുഞ്ഞേ. യോബാബിനൊരു എഴുത്തെഴുതി ഊരിയാവിൻ്റെ കയ്യിൽ. ഇവൻ അറിയുന്നില്ല, ഇവനെ വക വരുത്താൻ വേണ്ടിയാണ് കത്ത് കൊടുക്കുന്നുള്ളത്. പാവമോ ഇത് അവനറിയാതെ നേരെ കൊണ്ടുപോയി അവൻ്റെ കയ്യിൽ കൊടുത്തു. യുദ്ധം നടക്കുന്ന സമയത്ത് അവൻ ഏറ്റവും മുമ്പിൽ നിർത്തിയിട്ട് യുദ്ധം കഠിനമായപ്പോൾ അവൻ്റെ കൂടെ യുദ്ധം ചെയ്യേണ്ട പടയാളികൾ മാറിക്കൊടുത്തപ്പോൾ ഈ പാവം മനുഷ്യനെയും കൂടുതലുള്ള ചിലരെയും കൊന്നുകളയുവാനിടയായി. ഇത്രയും കാര്യം ചെയ്തിട്ടും ദാവീദ് പതിവ് പോലെ തന്നെ അതേ ആഴ്ചയിൽ 7 വട്ടം ദിവസം 7 വട്ടം പ്രാർത്ഥിക്കുന്നു. കാലത്ത് ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് കരയുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇത്ര വലിയ ക്രൂരമായ പാപം ചെയ്തിട്ടും പുള്ളിക്കാനൊരു മടങ്ങി വരവില്ല. ഇന്നും ആഗോളപരമായി പെന്തക്കോസ്ത് കാലങ്ങളിൽ അനേകർ വലിയ വലിയ പാപം ചെയ്തിട്ട് അവർ ആരാധനയ്ക്ക് കുറവില്ല, പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ഉപവാസത്തിന് കുറവില്ല, കർത്തൃമേശയ്ക്ക് വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അവർക്കൊരു പ്രശ്നവുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ഇത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ് കേട്ടോ, ഉപവാസ പ്രാർത്ഥനയാണ്, വേറൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ദൂതുകൾ ആ ഓർഡറായിട്ട് കയറി ചെല്ലട്ടെ. ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വർഗത്തിൽ ദൈവം നാഥാൻ പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, എൻ്റെ ദാസനായ ദാവീദിന്റെ അടുക്കലേക്ക് ചെന്ന് ഒരു ഉപമ പ്രസ്താവിക്കണം. അങ്ങനെയാണ് 12-ാം അധ്യായത്തിൽ ഉപമ പ്രസ്താവിക്കുന്നു. അതേ, ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുന്നു. അവൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഒരു പെണ്ണാട്ടിൻ കുട്ടിയുണ്ട്. ഈ പണക്കാരൻ്റെ വീട്ടിൽ 100 ആടുകളുണ്ട്. അതിലൊന്നിനെ പിടിച്ചെടുക്കാതെ ഒരു പെണ്ണാട്ടുള്ള കുട്ടിയെ ചെന്ന് അവൻ കൊണ്ടുവന്നു. ഇതിനെ പാചകം ചെയ്ത് വരുന്നവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ദാവീദിന് പെട്ടെന്ന് കോപം തിളച്ചു കയറി, ദേഷ്യം കയറി. താൻ പറയുന്നു, ആ മനുഷ്യൻ ആരായാലും ഇപ്പോൾ അവൻ മരിക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. നമുക്ക് ചോദിക്കാം, കർത്താവേ, എന്തിനാണ് ദാവീദിന്റെ അടുക്കൽ ആ പാപത്തെക്കുറിച്ച് നേരിട്ട് പറയാൻ നീ അനുവദിച്ചത്? എന്തിനാ പാപത്തെ ഓർമ്മപ്പെടുത്തിയത്?
ദൈവം പറയും സ്തോത്രം, അവർ രാജസ്ഥാനത്തിരുന്ന് ഇത്രയും ശുശ്രൂഷ ചെയ്താലും നിത്യതയെ കണ്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അവനെ നിത്യതയിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടിയാണ് ദാവീദിന്റെ പാപത്തെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പൈതലേ, നിന്റെ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളതുകൊണ്ടാ, പ്ലാൻ ഉള്ളതുകൊണ്ടാ, അവന് സ്നേഹമുള്ളതുകൊണ്ടാ ആ പാപത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. ദൈവം ചോദിക്കുകയാണ്, ദാവീദേ, നീ പുൽപ്പുറത്തിൽ ആടുകളെ മേയിച്ചു നടക്കുമ്പോൾ നിന്റെ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചു, അമ്മ നിന്നെ ഉപേക്ഷിച്ചു, നിന്റെ സഹോദരന്മാർ നിന്നെ ഉപേക്ഷിച്ചു, സകല ആൾക്കാർ നിന്നെ കൈവിട്ടപ്പോൾ നിന്നെ കൈവിടാത്തത് ഞാനല്ലയോ? നിന്നെ ആരും മാനിക്കാതിരുന്നപ്പോൾ ഞാനല്ലയോ നിന്നെ മാനിച്ചത്? സിംഹം നിന്റെ നേരെ കടന്നു വന്നപ്പോൾ നിന്നെ അതിന് രക്ഷിച്ചത് ഞാനല്ലയോ? കരടി നിന്റെ നേരെ വന്നപ്പോൾ അതിന് വിടുവിച്ചത് ഞാനല്ലയോ? ഇത്രമാത്രം ഉന്നതമായ സ്ഥാനം തന്ന എന്നോട് നിനക്ക് ഈ പാപം ചെയ്യാമോ? സ്തോത്രം വരുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേറെ ആര് ചെയ്താലും, വേറെ ആര് പ്രവർത്തിച്ചാലും, വേറെ ആരെന്തൊക്കെ ചെയ്താലും എനിക്ക് വിഷയമല്ല. പക്ഷെ നീ അത് ചെയ്യാൻ പാടില്ല. കാരണം അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചു, അത്രമാത്രം ഞാൻ നിന്നെ മാനിച്ചു, അത്രമാത്രം ഞാൻ നിന്നെ ഉയർത്തി, അത്രമാത്രം നിന്നെ സ്ഥാനത്ത് കൊണ്ടെത്തിച്ചു. മറ്റാർക്ക് ലഭിക്കാത്ത ഉന്നതമായ പദവി സ്ഥാനം തന്ന് നിന്നെ ഈ ഭാഗത്തെ കൊണ്ടെത്തിച്ചിട്ട് നിനക്കെന്നോട് ഈ തെറ്റ് ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഹൃദയം തകർന്നു, അവൻ്റെ ഹൃദയം തകർന്നു. കുഞ്ഞെ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചേ. ദാവീദ് നാഥാനോട്, ഞാൻ ആരോട് പാപം ചെയ്തു? ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ കരുതിക്കൂട്ടി ചെയ്ത പാപമല്ല, മുൻകൂട്ടി ഞാൻ അറേഞ്ച് ചെയ്ത പാപമല്ല, പെട്ടെന്ന് സംഭവിച്ചു പോയതാ. ദാവീദ് ദൈവത്തോട് ഏറ്റുപറയാണ്. യെസ്, യെസ്. ആ ഏറ്റുപറച്ചിലാണ് സങ്കീർത്തനം 51 അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിരം. എൻ്റെ പാപത്തെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കരുതേ. മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അടുത്ത്, നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അസ്ഥി ഒടിഞ്ഞു കിടക്കുകയാണ്. അസ്ഥി ഒടിഞ്ഞു പോയി, സംഭവിച്ചു പോയി, ബലഹീനത സംഭവിച്ചു, പാപം ചെയ്തു പോയി. ഭാരപ്പെടേണ്ട. ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ, ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ, ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ദാവീദിനെ ദൈവം വിടുവിച്ചതുപോലെ ഇന്ന് രാത്രികാലം എത്ര പേര് ഏറ്റെടുക്കും? താങ്ക് യു മൈ ഫാദർ. ഭാര്യ അറിയാത്ത പാപം, ഭർത്താവ് അറിയാത്ത പാപം, മക്കൾ അറിയാത്ത പാപം, മാതാപിതാക്കൾ അറിയാത്ത പാപം, സ്നേഹിതന്മാർ അറിയാത്ത പാപം, പാസ്റ്റർ അറിയാത്ത ചില രഹസ്യ പാപം ചിലരുടെ ഉള്ളിലുണ്ടെന്ന് ആത്മാവ് ഇടപെടുന്നു. ആരോടും പറയണ്ട, ഇന്ന് രാത്രി ഏറ്റുപറ. യെസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. സംഭവിച്ചു പോയി കർത്താവേ, ബലഹീനത സംഭവിച്ചു പോയി. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രയാസം വരുന്നുണ്ടേ, ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടേ, കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ ജോലി കിട്ടാതെയോ സാമ്പത്തിക കടഭാരമോ എന്തെങ്കിലും വന്നാൽ ആദ്യം തിരിഞ്ഞു നോക്കേണ്ടത് പിതാവ് സ്വന്തത്തിലേക്ക് നോക്കണം. എന്താ കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു ദാരിദ്ര്യം വരുവാൻ കാരണം? എന്താ കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്തത്? എന്താ കർത്താവേ എൻ്റെ കുടുംബത്തിൽ പ്രതികൂലം വരാൻ കാരണം? എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചുവോ? നാമേം പറയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ആദ്യം അവിടുത്തെ കുടുംബനാഥൻ തന്നെ ഒന്ന് പരിശോധിക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയണം. കർത്താവേ, ഇന്നൊരു കുറവ് സംഭവിച്ചു, ഇന്നൊരുമായിട്ട് നിരപ്പുണ്ടാകേണ്ടതുണ്ട്, ഇന്നൊരുമായി സംസാരത്തിൽ ചില പെശക സംഭവിച്ചു പോയി. ദൈവത്തോട് ഏറ്റുപറയാം.
സ്തോത്രം. കുടുംബനാഥിയാണോ? ഏറ്റുപറ സ്തോത്രം. കർത്താവേ, എൻ്റെ ഭർത്താവിൻ്റെ ജോലിക്ക് ഇങ്ങനെ പ്രയാസം വരാൻ കാരണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തകർച്ച വരുവാൻ കാരണം, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പോരാട്ടം വരുവാൻ കാരണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധി വരുവാൻ കാരണം എന്താണ് കർത്താവേ എന്ന് കുടുംബനാഥി ഒന്ന് പരിശോധിക്കാമോ? ഒന്ന് പരിശോധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മക്കളാണോ? ഒന്ന് പരിശോധിക്കാമോ? അന്നാദ്യം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് ഇത് ഏറ്റു പറഞ്ഞാൽ ആ നിമിഷം കുഞ്ഞാട് രക്തം കൊണ്ട് കഴുകി നിന്നെ പിന്നേറ്റതിൽ ദൈവമഹത്വത്തിൽ കൊണ്ടെത്തിക്കും. എത്ര പേർക്ക് ആമേൻ പറയാം? എത്ര പേര് സ്തോത്രം ചെയ്യും? ഇന്ന് രാത്രികാലം ഒരു വിടുതൽ സംഭവിക്കട്ടെ. ചില നാളുകളായി, ചില മാസങ്ങളായി, ചില ആണ്ടുകളായി കുടുംബത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാതെ ചില പോരാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിട ചില ഭവനങ്ങളെ ആത്മാവ് കാണുന്നു. ഇന്ന് രാത്രികാലം ആ ബന്ധനം അഴിയണം, ആ പിശാച് വിട്ടു മാറണം, ആ പോരാട്ടം വിട്ടു മാറണം, ആ എതിർപ്പ് വിട്ടു മാറണമെങ്കിൽ ഇന്ന് രാത്രികാലം ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ സംഭവിച്ചുവെങ്കിൽ നീ ആരോടും പറയണ്ട. പാസ്റ്ററോട് പറയണ്ട, ഭാര്യയോട് പറയണ്ട, മക്കളോട് പറയണ്ട, ഭർത്താവിനോട് പറയണ്ട. നീ സ്വയം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഒന്ന് കരഞ്ഞ് സമർപ്പിക്കുക. കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നെ എടുക്കരുത്, നിന്റെ ആത്മാവിനെ എന്നെ എടുക്കരുത്, എന്നെ നീ തള്ളിക്കളയരുത്, എന്നെ തള്ളിക്കളയരുത്, എൻ്റെ പാപത്തെ നീ ക്ഷമിക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തുവെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 2ാം ദിവസമായ ഇന്ന് രാത്രികാലം ചില ഉള്ളങ്ങളെ തൊട്ടുണർത്തുന്നുവെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ശീരകരക ദുരബല പൗഡക രാജ അതകത്തുര രമന്തുരവ ശീരകലവന്തുരവ ഓ സൈഡേ രകം ദുരബല പൗഡക രാജ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം വ്യാപരിക്കുക. ചില ഉള്ളങ്ങളെ തൊട്ടുണർത്തുക. ആത്മാവിൻ്റെ രാത്രികാലം ആരും അറിയാതെ നിന്റെ പാപത്തെ ക്ഷമിച്ചു തരിക, നിന്റെ കുറവിനെ ക്ഷമിച്ചു തരിക. ഇന്ന് രാത്രി ഇതുവരെ മാറിപ്പോകാത്ത ചില ബന്ധനം മാറിപ്പോകുന്നു. ഇതുവരെ അഴിയാത്ത ചില കെട്ടഴിഞ്ഞ് മാറുന്നു. ഇതുവരെ വിട്ടുപോകാത്ത ചില ദുഷ്ടശക്തികൾ നിന്നെ വിട്ടു മാറുന്നു. നിന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇനി ഈ ബാധ നിന്റെ കുടുംബത്തെ തൊടത്തില്ല. ഇന്ന് കണ്ട മിസ്രൈമ് ഇനി ഒരു നാളും നീ ഇനി കാണുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തെ സ്വാധീനിക്കുന്ന ചില പൈശാചിക ശക്തികൾ, തലമുറയെ സ്വാധീനിക്കുന്ന ചില പൈശാചിക ശക്തികൾ, ചില ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഓ അതക തുര രമന്തുരവ ഓ ശീബ രമന്തുരബല പൗഡവ രാജ അതക തുരബല പൗഡവ രാജ ഓ രക്തം ജയം. ഈ അസ്ഥി ഒടിഞ്ഞതോടുകൂടി അവരെ രാജസ്ഥാനം നഷ്ടമായിരിക്കുക. എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾ തീരെ മുടിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു. ദാവീദ് ആര് മുഖാന്തരം നഷ്ടമായത്? ദാവീദ് നിന്റെ രാജസ്ഥാനം നഷ്ടമാക്കിയത് ആരാ? നീ സ്വയം വിചാരിച്ചിട്ട് സംഭവിച്ചതാ. വേറെ ആരും സൂത്രം ചെയ്തിട്ടല്ല, ആപചാരം ചെയ്തിട്ടല്ല, മന്ത്രവാദം ചെയ്തിട്ടല്ല. വേറെ ആളുകൾ നീ പഴി പറയരുത്. ദൈവം നിനക്ക് തന്ന നന്മ നഷ്ടമാകണമെങ്കിൽ നീ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ഒരു ആമേൻ പറഞ്ഞില്ല. സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ഏത് അനുഗ്രഹത്തെയും ഏത് നന്മയെയും എന്താണോ ദൈവം തരുന്നു ആ തരുന്നത് മറ്റൊരു വ്യക്തിക്കും നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ദൈവമാണ് തന്നിരിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. ആര് വിചാരിക്കണം? ഒരാമേൻ പറയാമോ? ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രിയോടെ നടക്കുകയാണ്. 3ാമത്തെ അസ്ഥി. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ 36-ാമത്തെ 26-ാമത്തെ വാക്യം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇസ്രായേലിലെ പാപനിമിത്തമാണ് അവർക്കതുണ്ടായത്. ഇനി ഇതിനൊരു പരിഹാരം എങ്ങനെയാണ്? നമ്മളിനി ആ ഭാഗത്തേക്ക് കയറി വരാൻ പോവുകയാണ്. 1ാമത്തെ അസ്ഥി ആർക്കും ഒടിക്കാൻ കഴിയാത്തതും ഒടിയാത്തതുമായ അസ്ഥി ആരുടെയാണ്? യേശു ക്രിസ്തുവിൻ്റെ അസ്ഥി. 2ാമത്തെ അസ്ഥി ദാവീദ് സ്വയം ഒടിച്ച അസ്ഥി.
മൂന്നാമത്തെ അസ്ഥി ഇസ്രായേൽ പാപം ചെയ്ത് മുഖാന്തരം ഉണ്ടായ അസ്ഥി ഉണങ്ങിപ്പോയി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-1 വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഇത് വായിച്ചോ മോളെ. പ്രവാചകന്റെ മേൽ യഹോവയുടെ കൈ വന്നു. യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച് താഴ്വര നടുവിൽ കൊണ്ട് നിർത്തി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പകൽക്കാലം ചിന്തിച്ചല്ലോ. ഏത് നേരത്തും ആത്മാവിൽ സ്തോത്രം സ്തോത്രം പ്രാർത്ഥിക്കണം. ഏത് നേരത്തും, ഉച്ചയ്ക്കോ പകലോ രാത്രിയോ ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും നിങ്ങളുടെ അപേക്ഷകൾ സ്തോത്രത്വ ദൈവത്തെ എന്ത് ചെയ്യണം? അറിയിക്കുക നാം. അപ്പോൾ നാം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഉടനെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ബലഹീനതയുണ്ടോ, എവിടെയാണോ പ്രതികൂലമുണ്ടോ, എവിടെയാണോ പോരാട്ടമുണ്ടോ, ആ സ്ഥാനത്തേക്ക് ആത്മാവ് നമ്മളെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജഡത്തിന് കൊണ്ടുപോകാൻ കഴിയത്തില്ല, ആത്മാവ് അവിടെ കൊണ്ടുപോകും. എവിടെയാണോ പരിഹാരം കണ്ടെത്തേണ്ടത്, എവിടെയാണോ വിടുതൽ കണ്ടെത്തേണ്ടത്, ആ സ്ഥാനത്തേക്ക് ആത്മാവ് നമ്മളെ കൊണ്ടുപോകാനിടയാകും. അപ്പോൾ ഇവിടെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? നേരെ സ്തോത്രം താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ മുഴുവനും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാം തകർന്നു കിടക്കുക. എല്ലാ കുടുംബത്തിനും പ്രശ്നം, എല്ലാ തലമുറയ്ക്കും പ്രശ്നം, എല്ലാ ഭർത്താക്കന്മാർക്ക് പ്രശ്നം, എല്ലാ ഭാര്യമാർക്ക് പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ പെന്തക്കോസിലല്ലേ പോകുന്നത്? നിങ്ങൾ ആരാധിക്കുന്നവരല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? നിങ്ങൾക്കെന്താ വിടുതലില്ലാത്തത്? നിങ്ങളുടെ മക്കൾക്കെന്താ വിടുതലില്ലാത്തത്? നിങ്ങളുടെ ഭർത്താവിനെന്താ വിടുതലില്ലാത്തത്? നിങ്ങളുടെ സഭയ്ക്കെന്താ വിടുതലില്ലാത്തത്? വിടുതൽ കിട്ടാന്ന് പറഞ്ഞ് നമ്മൾ പറയും, പാസ്റ്റർമാരെ കുറ്റം പറയും. പാസ്റ്റർ മധ്യസ്ഥ അണയ്ക്കാത്ത കൊണ്ടായിരിക്കും, പാസ്റ്റർ പ്രാർത്ഥിക്കാത്ത കൊണ്ടായിരിക്കും. സ്തോത്രം. 3 മധ്യസ്ഥ നമുക്കുണ്ട് കേട്ടോ. ഒന്ന്, ദൈവദാസന്മാർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷവാദം ചെയ്യുന്നു, അല്ലേ? എബ്രായർ 17:13 പറയുന്നു. 2, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. റോമാലേഖനം 8:26. നമ്മുടെ ജഡം ബലഹീനമാണ്, ആത്മാവോ ഉത്തരിച്ചു കൊടുക്കാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷവാദം ചെയ്യുന്നു. 3, കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തില്ലെങ്കിലും പരിശുദ്ധാത്മാവും കർത്താവ് പക്ഷവാദം ചെയ്യുന്നുണ്ടല്ലോ. ഒരാമയും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർമാരും പക്ഷവാദം ചെയ്യുന്നവരാ, അല്ലെ? കണക്ക് അവർക്ക് ദൈവസന്നിധി കൊടുക്കേണ്ടി വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തുകൊണ്ട് നമുക്ക് വിടുതൽ നടക്കുന്നില്ലെന്ന് ആളുകൾ ചോദിക്കുന്നു. സ്തോത്രം. ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പോവുകയാണ്. ഈ അസ്ഥികൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, എല്ലാം ഉണങ്ങിക്കിടക്കുന്നു, അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല, ഈ അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. എന്ത് ചെയ്തിരിക്കുകയാണ്? സ്തോത്രം, സ്തോത്രം. ഒരുമിച്ച് ആരാധിച്ചവർ, ഒരുമിച്ച് പ്രാർത്ഥിച്ചവര്, ഒരുമിച്ച് ഉപവസിച്ചവര്, ഒരുമിച്ച് സന്തോഷിച്ചവര്, ഒരുമിച്ചിരുന്ന പലരും എന്ത് ചെയ്യുന്നു? ഇന്ന് ചിതറി. സ്തോത്രം, സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചില പൈശാചിക ശക്തിയായിരുന്നു, ചില സാത്താന്യ ശക്തിയായിരുന്നു, ചില ദുഷ്ട ആത്മാവായിരുന്നു ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത്. അത് കണ്ടുണർന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ല. നാം പലപ്പോഴും മനുഷ്യമുഖത്തേക്കാണ് നോക്കിയത്. അവര് മുഖാന്തരമാണ് സംഭവിച്ചത്, എവര് മുഖാന്തരമാണ് സംഭവിച്ചത്, ഇന്നാള് മുഖാന്തരമാണ് സംഭവിച്ചത്, ഇന്ന വ്യക്തി മുഖാന്തരം സംഭവിച്ചത്. അങ്ങനെയല്ല, അതിൻ്റെ പിറകിൽ ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചല്ലേ? സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിലെ അന്ധകാരത്തിൻ്റെ അധിപതിയായവനോടും ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. സ്തോത്രം വന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനുഷ്യനോടാ പോരാടിയത്, അതാ ജയിക്കാൻ പറ്റാഞ്ഞത്. ഒരുമിച്ച് കൂടി ആരാധിച്ച, ഒരുമിച്ച് പ്രാർത്ഥിച്ച, ഒരുമിച്ച് ഒരേ പ്ലേറ്റിൽ ആഹാരം കഴിച്ചവർ, ഒരുമിച്ച് സന്തോഷിച്ച പലരും ഇന്ന് ചിതറിപ്പോയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. പോയടുത്ത് രക്ഷയുണ്ടോ? അവിടെയില്ല, ചിതറിപ്പോയി. പക്ഷേ എന്ത് ചെയ്തു? അവിടെ ഉണങ്ങിക്കിടക്കുക. ഒരാമയും വന്നില്ല, ഒരു സ്തോത്രം വന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആഴമായ ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യും.
പ്രൈസ് ദി ലോർഡ്. ചെതറിപ്പോയ പലരും അവിടെ ഉണങ്ങിക്കിടക്കുന്നു, അവിടെ മുടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവിടെ പ്രവാചകൻ പറയുന്നു, അതെ നീ അസ്ഥികളെ നോക്കെന്ന് പറഞ്ഞു. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ചോദ്യം. ഇതിന് പാട്ട് പരിഹാരം കിട്ടുമോ? ഇതിനൊരു വിടുതൽ കിട്ടുമോ? ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ? ഇത് സൗഖ്യമാകുമോ? ജോലി കിട്ടുമോ? എൻ്റെ കടഭാരം മാറുമോ? നീ ധാരാളം ചോദ്യമായി വരുമ്പോൾ തിരിച്ചു മറുപടി പറയുന്നു, യഹോവേ നിനക്കറിയാം എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നീ വിചാരിച്ചാൽ നടക്കും, നീ വിചാരിച്ചാൽ സാധിക്കും. എൻ്റെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഓ ദൈവകൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം ചില ഉള്ളങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ പരിഹരിക്കും? ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇങ്ങനെ ഒരു മാറ്റം വരും, എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയാണ്, സ്തോത്രം. അതേ അവനത് അസ്ഥികൾക്കിടയിൽ ചുറ്റി ചുറ്റി സഞ്ചരിക്കുകയാണ്. അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില മാസങ്ങളായി, ചില ആണ്ടുകളായി ഇത് കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അങ്ങനെയല്ലേ? പാഷ എന്നീ പ്രശ്നം പരിഹരിക്കും, എന്നും ഇത് കണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചും വ്യാകുലപ്പെട്ടും വേദനപ്പെട്ടും ഇങ്ങനെ നടക്കുക. ദൈവം പറഞ്ഞോ, കുഞ്ഞെന്നിട്ട് നടത്തി അങ്ങ് നിർത്ത്, നീ നടത്തിയെന്ന് നിർത്ത്, നീ അസ്ഥികളൊന്ന് നോക്ക്, ഈ ഉണങ്ങിയ അസ്ഥികളെ ഒന്ന് നോക്ക്. നീ അതിനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? യഹോവയുടെ വചനം സംസാരിക്കണം. നീ വാ തുറന്ന് എന്തോ പറയണം? പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വചനം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നീ വാ തുറന്ന് പ്രസ്താവിക്കണം. രക്തം ഇന്ന് പറഞ്ഞ പ്രസംഗം നീ വീട്ടിൽ ചെന്ന് മക്കളോട് പറയണം, മരുമക്കളോട് പറയണം, കൊച്ചുമക്കളോട് പറയണം, ഭർത്താവിനോട് പറയണം. സ്തോത്രം. ഇന്നലെ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കാൻ പോകുന്നു. ആ വചനം വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോൾ അവിടെ വിടുതലായി മാറും. ഒരു ആമയം വന്നില്ല, ഒരു സ്തോത്രം വന്നില്ല. ഓ രക്തം ചെയ്യാം, ഓ രക്തം. നീ അതിനെ നോക്ക് വചനം പ്രസംഗിക്ക്, തീർന്നില്ല സ്തോത്രം. നീ അതിനെ നോക്ക് പ്രവചിക്കണം. നീ എന്ത് ചെയ്യണം? നീ പ്രവചിക്കണം. നീ ഇത് കണ്ട് നോക്കി നടക്കാനല്ല നിന്നെ വിളിച്ചത്. നിന്റെ മേലൊരു അധികാരം കൈമാറാൻ പോകുക, ഒരു പവർ കൈമാറാൻ പോകുക. ഇന്ന് രാത്രികാലത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവജനത്തിന്മേൽ ദൈവം ചില പവറുകൾ കൈമാറാൻ പോകുക, ചില അനോയിൻമെന്റുകൾ നിങ്ങൾക്ക് തരാൻ പോകുക. സ്തോത്രം, സ്തോത്രം. നീ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. പാസ്റ്റർമാർക്ക് മാത്രമല്ല അടയാളം, പ്രവാചകന്മാർക്ക് മാത്രമല്ല അടയാളം, അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല അടയാളം. പൈതലെ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിൽ അടയാളം നടക്കുമെന്നല്ലേ വചനം എഴുതി വച്ചിരിക്കുന്നത്? എത്ര പേര് ഇന്ന് രാത്രി ആ ദൂത് ഏറ്റെടുക്കും? പ്രൈസ് ദി ലോർഡ്. ഓ രക്തം ചെയ്യാം, ഓ രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഓ രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നീ ഭൂതങ്ങളുടെ മേൽ നീ കൽപ്പിച്ചാൽ ഭൂതം വിട്ടുപോകും. രോഗിയുടെ മേൽ നീ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. ചില ബന്ധനങ്ങൾ അഴിയുമെന്ന് എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? നീ തകർച്ച കണ്ട് നോക്കി കരയുവാനല്ല നിന്നെ വിളിച്ചത്, നെടുവീർപ്പിട്ടിരിക്കാനല്ല വിളിച്ചത്, ഭാരപ്പെടുവാനല്ല വിളിച്ചത്.